ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ഉറുമ്പിന്റെയും പ്രാവിന്റെയും കഥ കേട്ടാലോ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുഞ്ഞൻ ഉറുമ്പുണ്ടായിരുന്നു. അത് കാട്ടിലൊക്കെ കളിച്ച് ഉല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേനൽക്കാലം വന്നത്. കുഞ്ഞനുറുമ്പും മറ്റു മൃഗങ്ങളും എല്ലാം വേനലിന്റെ ചൂട് അസഹനീയമായപ്പോൾ നദിയുടെയും പുഴയുടെയും കുളത്തിന്റെയും തീരത്തൊക്കെ അഭയം തേടി. കുഞ്ഞനുറുമ്പും ചൂട് കുറയ്ക്കുന്നതിനായി ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയിലിറങ്ങിയ കുഞ്ഞനുറുമ്പ് പെട്ടെന്ന് കാൽ വഴുതി വെള്ളത്തിൽ വീണു. ഈ സമയം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിന്റെ ചില്ലയിൽ സുന്ദരിപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞനുറുമ്പ് വെള്ളത്തിൽ വീഴുന്നത് കണ്ട സുന്ദരിപ്രാവ് ഉടൻ തന്നെ മരത്തിൽ നിന്നും ഒരു ഇല കൊത്തിയെടുത്ത് ഉറുമ്പിനിട്ട് കൊടുത്തു. കുഞ്ഞനുറുമ്പ് ഇലയിൽ കയറി രക്ഷപ്പെട്ടു. തന്റെ ജീവൻ രക്ഷിച്ച സുന്ദരിപ്രാവും ഉറുമ്പും പെട്ടെന്ന് തന്നെ കൂട്ടുകാരായി. ദിവസവും വൈകുന്നേരങ്ങളിൽ അവർ പുഴക്കരയിൽ ഒത്തുകൂടി. വേനൽക്കാലവും കടന്നുപോയി. എന്നാൽ ഉറുമ്പ് തന്റെ സുഹൃത്തിനെ കാണാനായി പുഴക്കരയിൽ പതിവായി എത്തുമായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പുഴക്കരയിലെത്തി. അയാൾ സുന്ദരിപ്രാവിനെ കാണാനിടയായി. വേട്ടക്കാരൻ തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പ്രാവിനെ ഉന്നം വെച്ചു. ഈ സമയം അവിടെ എത്തിയ കുഞ്ഞനുറുമ്പ് അത് കണ്ടു. അവൻ ഉടൻ തന്നെ തന്റെ സുഹൃത്തിനെ രക്ഷിക്കാനായി ആ വേട്ടക്കാരന്റെ കാലിൽ സർവ്വശക്തിയും എടുത്ത് ഒരു കടിവെച്ചു കൊടുത്തു. വേട്ടക്കാരന് തന്റെ ഉന്നം പിഴച്ചു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചു. എന്നാൽ വെടിയുടെ ശബ്ദം കേട്ട് അപകടം മനസ്സിലാക്കിയ സുന്ദരിപ്രാവ് അവിടെ നിന്നും പറന്നുപോയി. വേട്ടക്കാരൻ പോയതിനു ശേഷം തിരിച്ചു വന്ന സുന്ദരിപ്രാവ് തന്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞനുറുമ്പിന് നന്ദി പറഞ്ഞു. നല്ല കൂട്ടുകാരായി അവർ പിന്നെയും ഒരുപാട് നാൾ ആ കാട്ടിൽ താമസിച്ചു. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം എപ്പോഴായാലും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അടുത്ത കഥ കേട്ടാലോ. പുള്ളിമാന്റെ ബുദ്ധി. പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു കാട്ടിൽ ഒരു പുള്ളിമാനും ഒരു കുറുക്കനും താമസിച്ചിരുന്നു. തടിച്ചു കൊഴുത്ത പുള്ളിമാനെ കാണുമ്പോൾ കുറുക്കന്റെ വായിൽ വെള്ളമൂറും. എത്രയും വേഗം തന്നെ ഇവനെ അകത്താക്കണം, അതായിരുന്നു കുറുക്കന്റെ എപ്പോഴുമുള്ള ചിന്ത. ഒരു ദിവസം പുള്ളിമാൻ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. ഇത് കണ്ട് സൂത്രക്കാരനായ കുറുക്കൻ മാനിന്റെ മുന്നിലെത്തി. അവൻ മാനുമായി വഴക്കിടാൻ തുടങ്ങി. ഇത് എന്റെ പുഴയാണ്, ഇതിലെ വെള്ളം എനിക്ക് മാത്രമുള്ളതാണ്. അതിനാൽ നീ കുടിച്ച വെള്ളം ഈ പുഴയിൽ തന്നെ തിരിച്ചു നൽകണം, കുറുക്കൻ ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ പുള്ളിമാനിന് കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. നിന്റെ പുഴയിലെ വെള്ളം ഞാൻ കുടിക്കാൻ പാടില്ലായിരുന്നു. എന്തു ചെയ്യാം, ഇപ്പോൾ കുടിച്ചുപോയില്ലേ. നീ ഒരു കാര്യം ചെയ്യൂ, എന്റെ കാലിന്റെ മുകളിലുള്ള ഒരു കഷ്ണം ഇറച്ചി നീ കടിച്ചെടുത്തോളൂ. കുറുക്കന് സന്തോഷമായി. വളരെ കാലമായി ആഗ്രഹിക്കുന്നു ഇവന്റെ ഇറച്ചി. അവൻ വേഗം ചെന്ന് പുള്ളിമാന്റെ പിറകിലത്തെ കാലിന്റെ മുകൾ ഭാഗം കടിക്കാൻ ഒരുങ്ങി. ഉടൻ തന്നെ പുള്ളിമാൻ കാല് മടക്കി ഒറ്റ ചവിട്ട്. തല കടിയേറ്റ കുറുക്കന് ബോധം കെട്ട് താഴെ വീണു. പിന്നെ ഒരിക്കലും കുറുക്കൻ പുള്ളിമാനിനെ തിന്നാൻ ആഗ്രഹിച്ചിട്ടില്ല. അടുത്ത കഥ കേട്ടാലോ. ചീങ്കണ്ണിയും ഉറുമ്പും. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ രണ്ട് കൂട്ടുകാർ താമസിച്ചിരുന്നു. കുഞ്ഞനുറുമ്പും ചീങ്കണ്ണി അമ്മാവനും. കുഞ്ഞനുറുമ്പ് താമസിച്ചിരുന്നത് ഒരു ആപ്പിൾ മരത്തിലും ചീങ്കണ്ണി അമ്മാവൻ ആപ്പിൾ മരത്തിന് താഴെയുള്ള തടാകത്തിലുമാണ് താമസിച്ചിരുന്നത്. വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ ഇരുവരും. അവരെപ്പോഴും എല്ലാ ദിവസവും പരസ്പരം കാണുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാമു എന്ന ഒരു മരം വെട്ടുകാരൻ മരം വെട്ടുവാനായി കാട്ടിൽ വന്നു. കാട്ടിലുള്ള ഓരോ മരങ്ങളും രാമു തന്റെ കോടാലി ഉപയോഗിച്ച് വെട്ടാൻ തുടങ്ങി. ഇത് കണ്ട കുഞ്ഞനുറുമ്പ് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പേടിച്ചു. ഈ കാര്യം തന്റെ സുഹൃത്തായ ചീങ്കണ്ണി അമ്മാവനോട് പറയാൻ കുഞ്ഞനുറുമ്പ് തീരുമാനിച്ചു. നേരം സന്ധ്യ ആയപ്പോൾ രാമു താൻ മുറിച്ച മരങ്ങളുമായി വീട്ടിലേക്ക് പോയി.
അത് കണ്ട കുഞ്ഞനുറുമ്പ് ചീങ്കണ്ണി അമ്മാവന്റെ അടുത്തെത്തി തന്റെ സങ്കടം പറഞ്ഞു. പിറ്റേ ദിവസം രാമു പതിവ് പോലെ മരം മുറിക്കാനായി കാട്ടിലേക്ക് വന്നു. മരങ്ങൾ ഓരോന്നായി മുറിക്കുവാൻ തുടങ്ങി. തക്കം പാർത്തിരുന്ന ചീങ്കണ്ണി അമ്മാവൻ രാമുവിനെ കടിക്കാനായി പാഞ്ഞെടുത്തു. ചീങ്കണ്ണിയുടെ വരവ് കണ്ട് രാമു പേടിച്ച് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ട കുഞ്ഞനുറുമ്പ് പുഞ്ചിരിയോടെ ചീങ്കണ്ണി അമ്മാവനോട് നന്ദി പറഞ്ഞു. കുട്ടികളെ, ഈ കഥയിലെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അടുത്ത കഥ കേട്ടാലോ? ആമയും താറാവുകളും. നിങ്ങൾക്കറിയാമോ ആമ എന്തുകൊണ്ടാണ് തന്റെ വീടും ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന്? എത്ര ശ്രമിച്ചിട്ടും ആമയ്ക്ക് തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന്? വളരെ പണ്ട് ജൂപ്പിറ്റർ ദേവൻ തന്റെ കല്യാണത്തിന് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ക്ഷണിച്ചു. ആമയെയും പ്രത്യേകമായി ക്ഷണിച്ചു. പക്ഷേ ആമ എന്തു ചെയ്തു? മടി പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കല്യാണത്തിന് പോയില്ല. അതിനാൽ ദേവൻ ആമയെ ശപിച്ചു. വീടും ചുമന്നുകൊണ്ട് നടന്നോളാനാണ് ശാപം കിട്ടിയത്. അന്നു മുതലാണത്രേ ആമ അവന്റെ വീടും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആമ നോക്കുമ്പോൾ പക്ഷികൾ വളരെ വേഗത്തിൽ പറക്കുന്നു. മുയലും മറ്റു മൃഗങ്ങളുമെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അത് കാണുമ്പോൾ എല്ലാം അവന് വളരെ സങ്കടം ആവും. തന്റെ ഈ അവസ്ഥയിൽ ആമ വളരെ അസംതൃപ്തനായിരുന്നു. ലോകം ചുറ്റിക്കാണാൻ അവന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ എവിടെ പോകുമ്പോഴും വീടും ചുമന്നുകൊണ്ടുപോകണം. പിന്നെ അവന്റെ ചെറിയ കാലുകൾ ആയതുകൊണ്ടും അവന് ദൂരെ പോകാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം ആമ 2 താറാവുകളെ കണ്ടുമുട്ടി. അവൻ അവരോട് തന്റെ സങ്കടങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ നിന്നെ ഈ ലോകം കാണാൻ സഹായിക്കാം, അവർ പറഞ്ഞു. നീ ഈ വടിയുടെ നടുവിൽ കടിച്ചു പിടിച്ച് കിടക്കണം. ഞങ്ങൾ നിന്നെയും ചുമന്നുകൊണ്ട് പറക്കാം. അപ്പോൾ നിനക്ക് എല്ലാ സ്ഥലങ്ങളും കാണാമല്ലോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നീ ഒരിക്കലും വായ തുറക്കാൻ പാടില്ല. ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൻ തന്റെ പല്ലുകൾ കൊണ്ട് വടിയിൽ ബലമായി കടിച്ചു പിടിച്ചു. 2 താറാവുകളും വടിയുടെ 2 അറ്റവും താങ്ങിക്കൊണ്ട് ആമയെയും കൊണ്ട് പറന്നു. അവരങ്ങനെ ആകാശത്തുകൂടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്യവേ ഒരു കാക്ക അവർക്കെതിരെ പറന്നു വന്നു. കാണാത്ത കാഴ്ച കണ്ട് കാക്ക ആശ്ചര്യത്തോടെ പറഞ്ഞു, ഹോ, ഇത് ആമകളുടെ രാജാവാണ്. അതെ, തീർച്ചയായും. മണ്ടൻ ആമ പറയാനായി വായ തുറന്നതും വടിയിലെ പിടിവിട്ട് അവൻ താഴേക്ക് വീണു. ഒരു പാറയുടെ മുകളിൽ ചെന്ന് വീണ് ചിതറി. അങ്ങനെ ആമയുടെ അഹങ്കാരവും ശ്രദ്ധയില്ലാത്ത പെരുമാറ്റവും മൂലം അവൻ നശിച്ചു. കുട്ടികളെ, വിഡ്ഢികളുടെ അശ്രദ്ധയും പൊങ്ങച്ചവും നാശത്തിന് വഴിതെളിയിക്കും. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.